വേരുക്കളായി പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് കരുണയും കൃപയും ദൈവശക്തിയും നൽകുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. അതെ, ഈ ലോകത്തിൽ അനേകർ എളുപ്പം തകർന്നു പോവുകയും ക്ഷീണിച്ച് പരാജയമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചിലർ പെട്ടെന്ന് പരാജയപ്പെട്ടിട്ട് ആത്മഹത്യയ്ക്ക് അടിമകളാകുന്നു. ചിലർ മനോരോഗികളായി തീർന്നിട്ട് നിത്യമായി മാനസിക ആരോഗ്യ നില തെറ്റി അവർ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ പോലെ തകർന്നു പോകേണ്ടുന്നവരല്ല നാം ഓരോരുത്തരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് അത്യന്തം വലുതാണ്. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് വിടുതലിന് പര്യാപ്തമാണ്. അതെ, നോക്കുവീൻ, ഈ ഭൂലോകത്തിൽ അനേകർ തകർന്നും ക്ഷീണിച്ചും പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ഉറപ്പ് എന്നത് യെശയ്യാപ്രവചനം 40 അധ്യായം അതിൻ്റെ 28 യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അതെ, നമ്മുടെ ദൈവം നിത്യദൈവമാണ്. അവൻ ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കി. താൻ ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നുമില്ല. പിന്നെയും ദൈവജനത്തിൽ നമ്മെ എൻകറേജ് ചെയ്യുന്ന ഒരു വാക്യം നാം ശ്രദ്ധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം അതിൻ്റെ 1 മടുത്തു പോകാതെ എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടുന്നവരാകുന്നു. പിന്നെയും റോമാലേഖനം 2 അധ്യായം അതിൻ്റെ 7 തളർന്നു പോകാതെ എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുവിൻ. 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 1 അധൈര്യപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുവിൻ. അതെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നാം ഓർക്കണം. എന്താണ് നാം മടുത്തു പോകാതിരിക്കേണ്ടുന്നത്? കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു നമുക്ക് മുൻപേ ഈ കഷ്ടങ്ങൾ എല്ലാം സഹിച്ചു. പാപികളാൽ ഏറിയോന്ന് സഹിച്ചു. അതെ, വ്യത്യസ്ത നിലകളിൽ താൻ ഉപദ്രവിക്കപ്പെട്ടു. അനേകർ തന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പാപികളാൽ ഏറിയോന്ന് സഹിച്ചിട്ടും ഒന്നിൻ്റെയും മുമ്പിൽ മടുത്തും ക്ഷീണിച്ചും പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു. അതെ, അപ്രകാരം അനേക ഭക്തന്മാർ ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നതുകൊണ്ട് അവർ പിന്മാറിപ്പോയില്ല, ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല. ദൈവകൃപ അവരെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെടാതെ ദൈവിക പ്രത്യാശയിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന രോഗങ്ങൾ, പ്രതിസന്ധികൾ, വ്യാകുലതകൾ, അനർത്ഥങ്ങൾ എല്ലാത്തിൻ്റെയും നടുവിൽ ദൈവകൃപ പ്രാപിച്ച് അനുദിനവും ജീവിപ്പാൻ തക്കവണ്ണം ദൈവിക ശക്തി സംഭരിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുമെങ്കിൽ അതെ, ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിച്ച് കളയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അധൈര്യപ്പെടാതെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.